പാലക്കാട് മണ്ണാർക്കാട് 1 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുകളുമായി രണ്ടുപേർ പോലീസ് പിടിയിൽ. സംസ്ഥാനത്തെ കള്ളനോട്ട് സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത്. നിഖിൽ പ്രമേശ് ചേരുന്നു പാലക്കാട്. നിഖിൽ, എന്താണ് വിശദാംശങ്ങൾ? ഇത് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ശ്രമിക്കുമ്പോഴാണോ പിടിയിലായത്, അതോ രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണോ? മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഭാഗത്ത് കള്ളനോട്ട് കൈമാറ്റം ചെയ്യാനായി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പിക്കും അതോടൊപ്പം തന്നെയുള്ള പോലീസ് ഇൻസ്പെക്ടർക്ക് ബൈജു ഇആറിനും ഈ നിർദ്ദേശം കൈമാറുകയും തുടർന്ന് അവർ കുമരമ്പത്തൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെച്ച് ഈ പ്രതികളെ പിടികൂടുകയായിരുന്നു. 91,000 രൂപയുടെ കള്ളനോട്ടാണ് ഇവരെ പിടികൂടുന്ന സമയത്ത് ഇവരുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ കള്ളനോട്ട് മാഫിയയിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കള്ളനോട്ട് പലയിടങ്ങളിൽ നിന്ന് എത്തിക്കാനും ഇത് ആളുകൾക്ക് കൈമാറാനും ഒക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ഇവരെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേര് ഇവരുടെ സംഘത്തിലുണ്ടോ, ഇവർക്ക് എവിടെ നിന്നാണ് ഈ കള്ളനോട്ട് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രണ്ടുപേർ ഇപ്പോഴും സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുകയാണ്. ഒരാൾ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി റാഫേലാണ്, മറ്റൊരാൾ മലപ്പുറം പുതൂർ സ്വദേശിയായിട്ടുള്ള ഒരാളുമാണ് പിടിയിലായിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ, റാഫേൽ, ഫൈസൽ, അങ്ങനെ രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി, കള്ളനോട്ട് സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയും പോലീസിനുണ്ട്.